നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 13 ശനി 2025 വാർത്തകളിലേക്ക്. 40 വർഷങ്ങൾക്ക് ശേഷം 1.57 കോടി രൂപ ലാഭമുണ്ടാക്കി KSRTC മുന്നേറ്റത്തിൻ്റെ പാതയിലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ. പത്തനാപുരം യൂണിറ്റിൽ പുതുതായി അനുവദിച്ച 10 ബ്രാൻഡ് ബസ്സുകളുടെയും വിവിധ ഗ്രാമീൺ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജീവനക്കാർക്കും മറ്റും ശമ്പളവും ഓണക്കാല അലവൻസും നേരത്തെ ലഭ്യമാക്കിയെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ മുഖേന 1.5 കോടി രൂപയാണ് ലാഭമെന്നും സംസ്ഥാനത്ത് ഇറങ്ങിയ ഡബിൾ ഡെക്കർ ബസ്സുകളെല്ലാം ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ബസ്സുകൾ സ്വന്തം വാഹനം പോലെ ജീവനക്കാർ പരിപാലിക്കണമെന്നും ഈ മുന്നേറ്റം തുടരാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ നടത്താൻ പോകുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ രത്തൻ കേൽക്കർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സുതാര്യവും ലളിതമായും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും യോഗ്യതയുള്ള ഒരാളും പട്ടികയിൽ നിന്ന് പുറത്താകില്ലെന്നും SITയിൽ പ്രവാസി വോട്ടർമാർക്കും ആശങ്ക വേണ്ട എന്നും രത്തൻ കേൽക്കർ വിശദീകരിച്ചു. LDF രാജ്യത്തിൻ്റെ വെളിച്ചമെന്നും കെട്ടുപോകാൻ പാടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴയിലെ CPI സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം CPI LDFിൻ്റെ വഴികാട്ടിയാണെന്നും CPI അധികാര കസേര വലിച്ചെറിഞ്ഞ് ഇടതുപക്ഷ ഐക്യത്തിന് ഇറങ്ങിയവരാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI എപ്പോഴും വാഴ്ത്തുപാട്ടുകൾ പാടുന്നവരല്ലെന്നും വിമർശിക്കേണ്ട ഘട്ടങ്ങൾ വിമർശിക്കുമെന്നും CPIയുടെ വിമർശനം ശത്രുക്കൾക്ക് വേണ്ടി ആയിരിക്കില്ലെന്നും വിമർശിക്കുന്നത് LDFിനെ ശക്തിപ്പെടുത്താനാണെന്നും ആ ജാഗ്രത എപ്പോഴും CPI കാണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബ്ദരേഖ പുറത്തുവന്ന സാഹചര്യത്തിൽ DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ. ഏത് ബാങ്കിലാണ് തൻ്റെ കോടികളുടെ അക്കൗണ്ട് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു MK കണ്ണൻ്റെ പ്രതിരോധം. അതേസമയം AC മൊയ്തീൻ്റെയും MK കണ്ണൻ്റെയും അനധികൃത സമ്പാദ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പിനും വിജിലൻസിനും അനിൽ അക്കരെ പരാതി നൽകി. DYFI നേതാവ് ശരത്തിൻ്റെ പുറത്തുവന്ന ശബ്ദരേഖയിൽ മറുഭാഗത്തുള്ള ശബ്ദം തൻ്റെ തന്നെയാണെന്ന് മണ്ണുത്തിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിബിൻ ശ്രീനിവാസൻ. അതെങ്ങനെ പുറത്തുപോയി എന്ന് എനിക്കറിയില്ലെന്ന് നിബിൻ ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശരത്ത് ഏറ്റവും അടുത്ത സുഹൃത്താണ്. 1.5 കൊല്ലം മുമ്പാണ് ഇതെല്ലാം പറയുന്നത്. MK കണ്ണൻ്റെ തൊഴിലിനെ മോശമാക്കി സംസാരിച്ച ശരത്താണെന്ന് നിബിൻ പറഞ്ഞു. KSU പ്രവർത്തകരെ മുഖമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജാന് ഷോ കോസ് നോട്ടീസ് നൽകാൻ കോടതി നിർദ്ദേശം നൽകി. പേപ്പട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പേപ്പട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കോടതിയിലേക്ക് കറുത്ത മുഖം മൂടി വെച്ച് മുഖം മറച്ചുകൊണ്ട് വന്നത്. ചേലക്കരയിലെ KSU SFI സംഘർഷത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അടക്കമുള്ള പ്രവർത്തകരെ തലമുടി കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് ആലോഷ്യസ് സേവ്യർ. കൊടും ക്രിമിനലുകളെ ഹാജരാക്കുന്ന പോലെയാണ് വിദ്യാർത്ഥി നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയെന്നും മാന്യതയുടെ സകല സീമകളും പോലീസ് ലംഘിക്കുകയാണെന്നും മറുപടി ഉണ്ടാകുമെന്നും ആലോഷ്യസ് സേവ്യർ പറഞ്ഞു. KSU നേതാക്കളെ മുഖംമൂടിയും കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ രൂക്ഷ വിമർശനമായി രാഹുൽ മാങ്കുട്ടത്തിൽ MLA വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു എന്ന ഗരിമ കൊള്ളുന്ന ആളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന് മറക്കരുതെന്നും ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലാണ് വിദ്യാർത്ഥി നേതാക്കൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതെന്നും MLA ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് റാപ്പർ വേടൻ. അതിൽ യാതൊരു സംശയവും തനിക്കില്ലെന്നും വേടൻ പറഞ്ഞു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തക ചോദ്യത്തിന് ആയിരുന്നു ഈ പ്രതികരണം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം അരീക്കോട് സ്വദേശിയായ 10 വയസ്സുകാരിക്കാണ് രോഗബാധ. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയുള്ളവരുടെ എണ്ണം 11ആയി. രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വളർച്ച, പ്രമേഹം, BP, ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങിയവയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനും ഈ ക്ലിനിക്കിലൂടെ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 6 നടക്കും. പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകൾ വന്ന് ആരോഗ്യ പരിശോധന നടത്തണമെന്നും അതിനവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധി സംഘം CPMന്റെ കേരള ആസ്ഥാന മന്ദിരമായ തിരുവനന്തപുരം AK സെന്റർ സന്ദർശിച്ചു. പ്രതിനിധി സംഘത്തെ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെയും അന്വേഷണം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കടകംപള്ളി സുരേന്ദ്രൻ മോശം സന്ദേശങ്ങൾ അയച്ചുവെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ അന്വേഷണം വേണമെന്നാണ് പരാതി. വയനാട്ടിൽ മുൻ DCC ട്രഷറർ
വിജയൻ ആത്മഹത്യ സംഭവത്തിൽ KPC നേതൃത്വം കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് വിജയൻ്റെ മരുമകൾ പത്മജ. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും 1.5 കോടി രൂപയുടെ ബാധ്യതയുള്ളതാണെന്നും ഇത് വീട്ടാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം വീണ്ടും വഞ്ചിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അവർ അറിയിച്ചു. കുടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനത്തിന് ചേർത്തല സ്വദേശി അനുരാഗിൻ്റെ നിയമനവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി. നടൻ സൗബിൻ ഷാഗർ പ്രതിയായ മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. എറണാകുളം DCP വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് DIP ലത്തീഫ് അന്വേഷിക്കും. നിലവിൽ കേസ് അന്വേഷിക്കുന്ന സൗത്ത് ACP രാജ്കുമാർ അന്വേഷണ സംഘത്തിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരൻ DGPയെ സമീപിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ആഘോഷത്തിനായി 38,47,700 രൂപയുടെ എസ്റ്റിമേറ്റും ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. പൊതുവരി നിൽക്കുന്ന ഭക്തരുടെ ദർശനത്തിന് ദേവസ്വം മുൻഗണന നൽകും. നാളെയാണ് അഷ്ടമി രോഹിണി. സർക്കാരിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പാനി ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റിനുള്ള വിവേചനം കാണിക്കുമെന്നും പാമ്പാനി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ചിറയൻകീഴ് സ്വദേശി അനഘ സുരേഷാണ് ജീവനൊടുക്കിയത്. അധ്യാപകരുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് SFI ആരോപിച്ചു. കോളേജിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും ആത്മഹത്യക്കുറിപ്പിലുണ്ട്. സംസ്ഥാനത്ത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പുറത്തിറക്കിയെന്ന കേസിൽ ക്രൈം നന്ദകുമാറിന് തിരിച്ചടി. കേസിൽ മുൻകൂർ ജാമ്യം തേടി നന്ദകുമാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. കേസിൽ നന്ദകുമാറിന് നേരത്തെ കോടതി അറസ്റ്റിൽ നിന്ന് ഇടക്കാല പരിരക്ഷ നൽകിയിരുന്നു. ഇത് കോടതി എടുത്തു കളഞ്ഞു. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള ഫോൺ സംഭാഷണം നന്ദകുമാർ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതിനെതിരെയും കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരിശീലകരായ ആകാശ് എഡ്യൂക്കേഷൻ സർവീസ് നാഷണൽ ടാലന്റ് ഹാൻഡ് സ്കോളർഷിപ്പിലുള്ള അന്തേ ഓൺലൈൻ പരീക്ഷ ഒക്ടോബർ 4 മുതൽ 12 വരെ നടക്കും. ഓഫ്ലൈൻ മോഡിൽ പരീക്ഷ ഒക്ടോബർ 5-നും 12-നും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമ്മയും ഉൾപ്പെടുത്തി AI വീഡിയോ പുറത്തിറക്കി. കോൺഗ്രസ് ബീഹാർ ഘടകം സ്വപ്നത്തിൽ അമ്മ വന്ന് തന്നെ രാഷ്ട്രീയ താൽപ്പര്യത്തിന് ഉപയോഗിക്കുമെന്ന് പ്രധാനമന്ത്രിയോട് പറയുന്നതും അദ്ദേഹം ഞെട്ടിയതുമാണ് AI വീഡിയോയിലുള്ളത്. വീഡിയോ വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അന്തരിച്ച മാതാവിനെയും കോൺഗ്രസ് അവമാനിക്കുകയാണെന്ന് ആരോപിച്ച് BJP പ്രതിഷേധവുമായി രംഗത്തെത്തി. കർണാടകയിലെ ഹസാനിൽ ഗണേശ നിമജ്ജന ഘോഷയാത്രയിൽ ട്രക്ക് പാഞ്ഞുകയറി 8 പേർ മരിച്ചു. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റതാണ് വിവരം. പരിഹസിച്ച് ചോദ്യം ചെയ്തതിന് ദില്ലിയിലെ രോഹിണിയിൽ 15-കാരിയെ ബ്ലേഡിന് കുത്തിക്കീറി കൗമാരക്കാരികൾ. മുഖത്തുമായി 20-ലേറെ തുന്നിക്കെട്ടുമായ 15-കാരി ഗുരുതരാവസ്ഥയിലാണ്. ഒട്ടകങ്ങളെ ഉപയോഗിച്ചുള്ള മദ്യം കടത്തിയ സംഘത്തെ പിടികൂടി പോലീസ്. ഹൈദരാബാദിൽ നിന്ന് ദില്ലിയിലേക്ക് മദ്യം കടത്തിയ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. സുപ്രീം കോടതിയുടെ അതീവ സുരക്ഷാ മേഖലകളിൽ ഫോട്ടോകൾ എടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ റീൽ ചിത്രീകരിക്കുന്നതും നിരോധിച്ചു സുപ്രീം കോടതി. മുൻ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി പാലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.